പത്തനംതിട്ടയിലെ പുത്തൻ വിശേഷങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം. നവീൻ അങ്ങനെ കോടതിയിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് എതിർഭാഗം വക്കീൽ കാണുകയാണ്. ആരാ, അച്ഛനാണോ വാദിക്കാൻ വന്നേക്കുന്നതെന്ന് മുത്തശ്ശനാണോ വാദിക്കാൻ വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാനാ വന്നേക്കുന്നത്. ആ, എൻ്റെ മുന്നിൽ തോക്കുമെന്ന് പേടിച്ച് മുത്തശ്ശൻ കേസ് ഏറ്റെടുക്കാഞ്ഞാണോ? അതുകൊണ്ടാണ് കൊച്ചുമോനെ വിട്ടേന്ന് ചോദിച്ച് കളിയാക്കിയാണ്. ഞാനാണെന്നറിഞ്ഞപ്പോഴേ മുത്തശ്ശൻ കയറി അകത്ത് കയറി വിളിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കേസ് ഏറ്റെടുക്കാതിരുന്നുകൂടായിരുന്നോ? ഈ കേസ് വന്നപ്പോഴേ വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും വക്കീലിന് ഈ കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെട്ടുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കിയാണ്. അപ്പം മിക്കവാറും ഈ കേസിൻ്റെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. അതിൽ കൂടുതലൊന്നും നടക്കാനില്ല. ഇനിയിപ്പം വേണമെങ്കിൽ ചില സീരിയലിൽ വലിച്ചു നീട്ടുന്ന പോലെ, പരസ്യം കാണിക്കാൻ വേണ്ടി വലിച്ചു നീട്ടുന്ന പോലെ ഞാനും വേണമെങ്കിൽ ഈ കേസ് നീട്ടേണ്ട വരുമോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാദിക്കാൻ വേണ്ടിയെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് കളിയാക്കുന്നത്. അപ്പം നവീൻ പറയാണ്, ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് വക്കീലന്മാരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. അത് ഇനി എത്ര വലിയ കേസായാലും ചെറിയ കേസായാലും എന്നൊക്കെ പറഞ്ഞ് നവീൻ പറയുന്നുണ്ട്. അപ്പം ഗുമസ്തൻ പറയാണ്, ഞങ്ങളും വാദിക്കാനാണ് വന്നേക്കുന്നത്, അല്ലാതെ പൂക്കച്ചവടം നടത്താനൊന്നുമല്ല ഞങ്ങളും ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് അയാളും പറയുകയാണ്. അപ്പോൾ എന്നെങ്കിൽ കോടതി വെച്ച് കാണാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന കോടതിയിലാണ്. കോടതിക്കകത്ത് നമ്മുടെ അനിയും അനാമികയും വേണു എല്ലാവരും എത്തിയിട്ടുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അനാമികയെ വിസ്തരിക്കണമെന്നും പറഞ്ഞാൽ അനാമികയെ വിളിച്ച് നിർത്തുന്നുണ്ട്. അപ്പം അവരുടെ വക്കീൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ അനാമികയുടെ അടുത്ത് എങ്ങനെയാണ് ഈ അനിയെ കാണുന്നത്? അനിയും കോടതി കൂട്ടിനകത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പം പറയാണ്, ഞാനൊരു ചെറുകഥയിലെ ഉള്ളൊരു പുസ്തകത്തിലൂടെയാണ് ഞാൻ അനിയായിട്ട് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അനിയുടെ നമ്പർ എടുത്ത് അനിയെ വിളിച്ചു. അനിയെന്ന് വെറുതെ വിളിച്ചതാണ്. പിന്നെ എന്നും ശല്യമായി, ഡെയിലി വിളിയായി. അങ്ങനെയാണ് ഞാനും അനിയും ആ വീട്ടിലേക്ക് ചെല്ലാൻ ഒരു കാരണമാവുന്നത്. അന്ന് മുതൽ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. ആ വീട്ടിലെല്ലാവരും മരുമക്കളെല്ലാം അടിമകളാണ്. മരുമക്കൾക്ക് സംസാരിക്കാനുള്ളൊരു വോയിസ് ഇല്ല. അതുപോലെ തന്നെ ആ വീട്ടിൽ വേറെ മരുമക്കളുണ്ട്. പക്ഷെ ആരും ഇതുപോലെ പുറത്ത് പറയാതെ എല്ലാം സഹിക്കുകയാണ്. പുറത്ത് പറഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ സ്ഥാനമില്ല. ഞാനും കുറേയൊക്കെ സഹിച്ചിട്ട് പിന്നെയും എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളൊരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്തതെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഈ അനിയ എന്ന് പറയുന്ന വ്യക്തി കുടിച്ചിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമെന്ന് നമ്മുടെ അനാമിക പച്ചക്കള്ളം പറയാണ്. അതുപോലെ തന്നെ ഇങ്ങേരുടെ സ്വഭാവം തന്നെ വളരെ മോശമാണ്. ആദ്യ രാത്രിയിൽ തന്നെ ഒത്തിരി പെൺകുട്ടികൾ അയാളുടെ ഫോണിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് അന്ന് തന്നെ എനിക്ക് അയാളുടെ സ്വഭാവം മനസ്സിലാക്കുകയാണ്. പിന്നെയും എങ്ങനെയെങ്കിലും അനിയുടെ കൂടെ കഴിഞ്ഞു പോകാമെന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പച്ചക്കള്ളം പറയാണ്. സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോരുന്നത്. എന്നിട്ടും ഞാൻ തിരിച്ചെന്നെ കയറ്റാൻ വേണ്ടി എൻ്റെ അച്ഛനൊക്കെ ചെന്ന് അവിടുത്തെ മുതിർന്ന കാരണവരടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവരെന്നെ കയറ്റിയില്ല. ഞങ്ങൾ തന്നെ ആദ്യം കേസ് കൊടുക്കണം, അല്ലെങ്കിൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ വധഭീഷണി വരെ ഞങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു. അത്രയും ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെയും കുറിച്ച് എല്ലാവരെയും കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അനാമിക പറയാണ്. അതിന് വേണ്ടുന്ന ഉണ്ടാക്കിയ കുറേ തെളിവുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നയനയും നവ്യയും കള്ളം കാണിച്ചാണ് ആ വീട്ടിലേക്ക് വന്നതെന്നും ആ കഥകളൊക്കെ പറയുന്നുണ്ട്. അവരും ശരിയല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ അനാമിക അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ആദർശിനെയും നയനയെടുത്തും ഈ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ സംസാരിച്ചപ്പോൾ ദേവയാനി എവിടെ നിന്ന് എണീച്ചു പറയുന്നത്, ആ അനാമിക പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഞാനും ആ വീട്ടിലെ ഒരു മരുമോളാണെന്നും പറഞ്ഞ് പറയുമ്പം ജഡ്ജി പറയും, ഇതിൻ്റെ ഇടയ്ക്ക് കയറി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, ഓരോരുത്തരെ വിളിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശും നയനയെടുത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ നയന പറയാണ്, ഇവള് പറയുന്നത് മൊത്തം പച്ചക്കള്ളമാണ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാനും ആ വീട്ടിലെ മരുമോളാണ്, ഈ പറയുന്നത് മൊത്തം കള്ളത്തരമാണ്, ഇവളാണ് ഫ്രോഡ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവളൊന്നും കോടതി വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അത് പേര് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. പേര് പോലും വിളിക്കാൻ ഇവർക്ക് അർഹതയില്ലെന്നൊക്കെ നയന പറയാണ്. അങ്ങനെ ഉള്ള കള്ളത്തരം മൊത്തം അനാമിക കോടതിയിൽ പറയുകയാണ്. പിന്നെ നമ്മുടെ അനിയടുത്ത് അടിച്ച കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുകയാണ്, അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ അടിക്കേണ്ട വന്നതാണ്, എൻ്റെ മുത്തശ്ശനെ കുറിച്ച് ഇത്ര താറടിച്ച് സംസാരിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ അടിക്കേണ്ട വന്നതെന്നൊക്കെ പറയാണ്. അല്ലെങ്കിൽ തന്നെ അനാമിക പറഞ്ഞിട്ടുണ്ട്, അനി ഭയങ്കര ഉപദ്രവമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.